തിരുവിതാംകൂറിൽ അന്ന് നിലനിന്നിരുന്ന ജാതീയമായ അസമത്വങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെയും ദളിത് വിഭാഗങ്ങളുടെ വിമോചനത്തിനായി പോരാടിയും അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചാൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടുപില്ല് കളിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചു. കീഴാളർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചതിനെതിരെ വില്ലുവണ്ടി സമരം നടത്തിയും സമൂഹത്തിൽ നിന്നും ബഹിഷ്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയും പോരാടിയ ഒരു നവോത്ഥാന നായകനെ കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഇറ്റ്സ് മീ യുവർ വിമൽ, വി ജസ്റ്റ് ടോക്ക്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഉപജാതികൾക്ക് അതീതമായി ചിന്തിക്കുകയും ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന അതിക്രൂരമായ അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുകയും വിദ്യാഭ്യാസത്തിലൂടെ സമൂഹത്തെ ഉയർത്തി അതിലൂടെ സ്വാതന്ത്ര്യം കണ്ടെത്തുക എന്നതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. തിരുവിതാംകൂറിൽ നിന്നും കുറച്ചു മാറി വെങ്ങാനൂർ എന്ന ഉൾനാടൻ ഗ്രാമത്തിൽ പെരുങ്കാറ്റുവിളയിൽ പ്ലാവറക്കുടിയിൽ 1863 ഓഗസ്റ്റ് 28 കൊല്ലവർഷം 1039 ചിങ്ങം 14 അയ്യന്റെയും മാലയുടെയും ഏറ്റവും ഇളയ മകനായി അദ്ദേഹം ജനിച്ചു. കുട്ടിക്കാലത്ത് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് കാളി എന്നായിരുന്നു. ആ കാലഘട്ടത്തിൽ പുലയ സമുദായത്തെ മനുഷ്യരായി പോലും പരിഗണിച്ചിരുന്നില്ല എന്നതാണ് സത്യം. സമൂഹത്തിൽ നിന്നും എല്ലാ തരത്തിലും ബഹിഷ്കരിക്കപ്പെട്ട ഒരു വിഭാഗമായിരുന്നു പുലയരും പറയരും. ജന്മിമാരുടെ പാടത്ത് കൃഷി ചെയ്യാൻ വേണ്ടിയുള്ള ഉപകരണമായിട്ടാണ് ഇവരെ ആ സമൂഹം കണ്ടിരുന്നത്. ഐത്താചാരം മൂലം റോഡിലൂടെ നടക്കുന്നതിലും മാറുമറയ്ക്കുന്ന തരത്തിൽ വസ്ത്രം ധരിക്കുന്നതിലും വിദ്യ നേടുന്നതിലും അവകാശമുണ്ടായിരുന്നില്ല. പുലയ പറയ അധികൃത ചുറ്റുപാടുകൾ മാറ്റുന്നതിനായി ആദ്യം ശബ്ദമുയർത്തിയത് അദ്ദേഹമായിരുന്നു. ജന്മിമാരുടെ നെല്ലറകൾ നിറയ്ക്കാൻ അഹോരാത്രം പണിയെടുക്കുക എന്നത് മാത്രമായിരുന്നു അധസ്ഥിതർക്ക് അന്ന് സമൂഹം കൽപ്പിച്ച് നൽകിയ ധർമ്മം. മാത്രമല്ല, പാടത്ത് പണിയെടുത്ത് ക്ഷീണിതരായിട്ട് വരുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുത്തിരുന്നത് എവിടെയാണോ അവരിയ്ക്കുന്നത് അവിടെ തന്നെ മണ്ണിൽ ഒരു കുഴി കുത്തി അതിലൊരു ഇലയിട്ട് അതിലായിരുന്നു അവർക്ക് ഭക്ഷണം കൊടുത്തിരുന്നത്. ഇതിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കുക അവരെ ഒരു മനുഷ്യനായിട്ട് പോലും ആ സമൂഹം കണ്ടിരുന്നില്ല എന്നത്. മാത്രമല്ല, പൊതുസ്ഥലങ്ങളിൽ ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല എന്നത് മറ്റൊരു വസ്തുതയായിരുന്നു. ആ സമൂഹത്തിൽ ഇവർ അനുഭവിച്ചിരുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു ഏതെങ്കിലും വിധത്തിൽ ഇവർ രോഗബാധിതരായാൽ ഡോക്ടർമാർ ഇവരെ തൊട്ട് പരിശോധിക്കുകയില്ലായിരുന്നു. മാത്രമല്ല, അസുഖത്തിനുള്ള ഗുളികകൾ കയ്യിൽ കൊടുക്കാതെ എറിഞ്ഞു കൊടുക്കുകയായിരുന്നു അവർ ചെയ്തിരുന്നത്. ഇപ്രകാരം ഭീകരമായ ബഹുവിധ ബഹിഷ്കരണങ്ങളാൽ ദുരിതപൂർണമായിരുന്നു അയ്യങ്കാളി ഉൾപ്പെടെയുള്ള അധസ്ഥിത സമൂഹം. മാത്രമല്ല, ഇതിനു പുറമെ ജാതിയുടെ അടയാളമായ കല്ലുമാലകൾ കഴുത്തിലണിഞ്ഞു നടക്കാനും അവർ നിർബന്ധിതരായിരുന്നു. മാത്രമല്ല, സവർണ വിഭാഗം ഉപയോഗിച്ചു പോന്നിരുന്ന പൊതുവഴികൾ ഇവർ ഉപയോഗിക്കുന്നതിലും വിലക്കുണ്ടായിരുന്നു. അതിനു പുറമെ ഇവർക്ക് വസ്ത്രം ഉപയോഗിക്കുന്നതിലും വ്യത്യസ്തമായ ഒരു വിലക്കുണ്ടായിരുന്നു. അതായത്, അരയ്ക്ക് മുകളിലോട്ടും മുട്ടിന് താഴേക്കും വസ്ത്രം ധരിക്കുവാൻ ഇവർക്ക് അനുവാദമില്ലായിരുന്നു. മാത്രമല്ല, പുതിയ വസ്ത്രം വാങ്ങിയാൽ അത് അതേപടി ഉപയോഗിക്കാൻ അവർക്ക് അർഹതയില്ലായിരുന്നു. ആ വസ്ത്രം മണ്ണോ ചെളിയോ പുരട്ടി വൃത്തിഹീനമാക്കി വേണമായിരുന്നു ഉപയോഗിക്കാൻ. മാത്രമല്ല, ഈ വിഭാഗത്തിൽപ്പെട്ടവരെ അടിമപ്പണി ചെയ്യിപ്പിക്കുകയും അടിമ കച്ചവടത്തിന് ഇരയാക്കുകയും ചെയ്തിരുന്നു. ജാതി നിയമങ്ങൾ തങ്ങളുടെ സമൂഹത്തിൽ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ഉറപ്പുവരുത്തിയിരുന്നു. 1850 വരെ തിരുവിതാംകൂർ സമൂഹം ജാതി വഴക്കങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജീവിച്ചിരുന്നത്. ഒരു പ്രദേശത്ത് ജനിച്ച് അവിടെ തന്നെ ജീവിച്ച് പുറത്തേക്കൊന്നും സഞ്ചരിക്കാതെ അവിടെ തന്നെ മരിക്കുക ഒരു നിശ്ചല സമൂഹമായിരുന്നു 19ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം വരെയുള്ള കേരള സമൂഹം. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിലേക്ക് കടന്നു വന്ന കൊളോണിയൽ ശക്തികളാണ് പരമ്പരാഗത സമൂഹഘടനയെ അടിസ്ഥാനപരമായി പ്രകമ്പനം കൊള്ളിച്ചത്. ആ പ്രകമ്പനമാണ് കേരളത്തിലെ നവോത്ഥാന പ്രവർത്തനങ്ങൾ സമൂഹഘടനയിൽ ഏറ്റവും അടിത്തട്ടിൽ ദുരിത ജീവിതം നയിച്ചിരുന്ന കീഴാളരിൽ നിന്നാരംഭിക്കാൻ കാരണമായത്. 1860 കേരളത്തിൽ ഒരു പൊതുമരാമത്ത് വകുപ്പ് തിരുവിതാംകൂറിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇപ്രകാരം തിരുവിതാംകൂറിൽ തെക്ക് വടക്കൊരു പാത നിർമ്മിക്കാമെന്ന് വിദേശിയായ എഞ്ചിനീയർ ശ്രീമൂലം തിരുനാളിനോട് ആവശ്യപ്പെട്ടപ്പോൾ ശ്രീമൂലം തിരുനാൾ അതിന് മറുപടി പറഞ്ഞത്, മുറജപം മഹോത്സവം വരികയാണ്, അതിന് ഭീമമായ പണവും തൊഴിലാളികളെയും ആവശ്യമുണ്ട്. അതുകൊണ്ട് പാത നിർമ്മിക്കാനുള്ള പണവും തൊഴിലാളികളെയും തരാൻ
കഴിയില്ലെന്നാണ് പറഞ്ഞത്. അതിൻ്റെ പ്രധാന കാര്യം രാജാക്കന്മാർക്ക് റോഡ് ആവശ്യമില്ലാത്തതായിരുന്നു. അവരുടെ സഞ്ചാരമെല്ലാം പല്ലക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ പല്ലക്ക് ചുമക്കുന്നവർ ഏത് വഴി പോകുന്നതെന്നും അവർക്കൊരു പ്രശ്നമല്ലായിരുന്നു. മാത്രമല്ല, നാട്ടുകാർക്ക് റോഡുകൾ ആവശ്യമാണെന്ന് അവർക്ക് തോന്നിയിട്ടില്ലായിരുന്നു. കാരണം എന്തെന്നാൽ പഴയ ശീലങ്ങൾ മാറ്റാൻ ഇഷ്ടപ്പെടാത്ത ഒരു വ്യവസ്ഥിതിയായിരുന്നു അന്നവിടെ ഉണ്ടായിരുന്നത്. പിന്നീട് പതിയെ പതിയെ റോഡുകൾ നിർമ്മിക്കപ്പെട്ടു. 2 തരത്തിലുള്ള റോഡുകളാണ് അന്ന് നിർമ്മിക്കപ്പെട്ടത്: രാജവീഥികളും ഗ്രാമവീഥികളും. രാജവീഥികൾ പൊതുവഴികളും ഗ്രാമവീഥികൾ സ്വകാര്യ വഴികളുമായിരുന്നു. 1886 എല്ലാ ജാതി മതസ്ഥർക്കും ഉപയോഗിക്കാനായി രാജവീഥി തുറന്നു കൊടുക്കപ്പെട്ടെങ്കിലും അന്നത്തെ ആ സമൂഹം അതിനെ അനുവദിച്ചില്ല. പുലേ ജാതിയിൽ ജനിച്ച അയ്യങ്കാളിക്ക് ചെറുപ്പം മുതൽ തന്നെ അനുഭവിക്കേണ്ടി വന്ന ഒരു സാമൂഹ്യ അസമത്വമാണ് സഞ്ചാര സ്വാതന്ത്ര്യ നിഷേധം. ആ കാലത്ത് വിശേഷ വസ്ത്രങ്ങൾ അണിഞ്ഞ് വില്ലുവണ്ടിയിലായിരുന്നു അക്കാലത്തെ പ്രമാണിമാരുടെ സഞ്ചാരം. ഇവരുടെ യാത്രക്കിടയിൽ ചെന്നുപെടുന്ന കീഴാളർ വഴിമാറി നടക്കേണ്ട സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങനെ ആ കാലഘട്ടത്തിൽ നടമാടിയിരുന്ന ഉച്ചനീചത്വങ്ങൾക്കെതിരെ അധസ്ഥിതരുടെ ഇടയിൽ നിന്ന് ആദ്യം ഉയർന്ന ശബ്ദം അയ്യങ്കാളിയുടേതായിരുന്നു. മാത്രമല്ല, സ്വസമുദായത്തിൽ നിന്നും തന്നെ ഒരുപാട് എതിർപ്പുകൾ അയ്യങ്കാളിക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇതിനെയൊക്കെ അവഗണിച്ച അദ്ദേഹം 30-ാം വയസ്സിൽ കിരാത നിയമങ്ങൾക്കെതിരെ പോരിനിറങ്ങി. ആദ്യ സമയങ്ങളിലൊക്കെ അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു. പിന്നീട് അദ്ദേഹം ഏതാനും യുവാക്കളെയൊക്കെ സംഘടിപ്പിച്ച് ആൾബലം കൂട്ടുന്നുണ്ട്. മാത്രമല്ല, ജന്മികളുടെ തടിമിടുക്കിനെ മല്ലിടുന്നതിന് വേണ്ടി ഒരു കായിക അഭ്യാസിയെ കൊണ്ടുവന്ന് തൻ്റെ കൂടെയുള്ള യുവാക്കൾക്ക് അടിതടകൾ പരിശീലിപ്പിച്ച് ജന്മിമാരുമായിട്ടുള്ള ഏറ്റുമുട്ടലിനെ അവരെ സജ്ജമാക്കുന്നുണ്ട്. അങ്ങനെയിരിക്കെ തമിഴ്നാട്ടിൽ നിന്നും അദ്ദേഹം ഒരു വില്ലുവണ്ടി വാങ്ങി മുണ്ടും മേൽമുണ്ടും വെള്ള ബനിയനും തലപ്പാവും ധരിച്ച് പൊതുവീതിയിലൂടെ സാഹസിക യാത്ര നടത്തി. സവർണ ജാതിക്കാർ ഈ യാത്ര മല്ലന്മാരെ ഉപയോഗിച്ച് തടഞ്ഞെങ്കിലും അതിനേക്കാളും മല്ലനായ അയ്യങ്കാളി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഘടാര വലിച്ചൂരി സവർണർക്ക് നേരെ വെല്ലുവിളിച്ചു. അയ്യങ്കാളിയെ എതിരിടാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. അദ്ദേഹം ആരെയും വകവെക്കാതെ തന്നെ തൻ്റെ വണ്ടിയിൽ യാത്ര തുടർന്നു. ആവേശഭരിതരായ അനുയായികൾ അദ്ദേഹത്തിന് അകമ്പടി സേവിച്ചു. സ്വന്തം സമുദായത്തിലുള്ളവർ അദ്ദേഹത്തെ ആദരപൂർവ്വം അയ്യങ്കാളി യജമാനൻ എന്ന് വിളിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ഈ നടപടികളെ ജന്മിമാർ ധിക്കാരമായി കണ്ടു. മാത്രമല്ല, അദ്ദേഹത്തെയും കൂട്ടരെയും ഏതു വിധേനയും അടിച്ചൊതുക്കാനായി പിന്നീട് അവരുടെ ശ്രമം. 1898-99 കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ സ്വാധീന മേഖലകളായ ബാലരാമപുരം, കഴക്കൂട്ടം, കണിയാപുരം എന്നിവിടങ്ങളിലെല്ലാം മാടമ്പികളുമായി ശക്തമായ ഏറ്റുമുട്ടലുകളാണ് ഉണ്ടായത്. അതേ തുടർന്ന് അധസ്ഥിതരുടെ ചോര ഒഴുകിയെങ്കിലും സ്വസമുദായത്തിലും ഇതര അധസ്ഥിത ജനവിഭാഗങ്ങൾക്കിടയിലും അയ്യങ്കാളിയെ ആരാധ്യ പുരുഷനായി. സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധത്തിനെതിരെ അയ്യങ്കാളി നടത്തിയ ആ ഒറ്റയാൾ പോരാട്ടം ചരിത്രത്തിലെ ധീരോദാത്തമായ ചൂടുവെപ്പാണ്. ജനാധിപത്യ പ്രക്രിയയെ കീഴ്ത്തട്ടിലേക്ക് കൊണ്ടുവരികയാണ് മഹാത്മാ അയ്യങ്കാളി ചെയ്തത്. അയ്യങ്കാളിയുടെ ആദ്യകാല പ്രവർത്തനങ്ങളുടെ നല്ലൊരു ശതമാനവും വിദ്യാലയ പ്രവേശന പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു. 1904 വെങ്ങാനൂരിൽ തൻ്റെ കൂട്ടാളികളുമായി ചേർന്നുകൊണ്ട് ദളിതർക്ക് വേണ്ടി ആദ്യ കുടിപ്പള്ളിക്കുടം അദ്ദേഹം നിർമ്മിച്ചു. പക്ഷേ സവർണർക്ക് അത് അത്ര രസിച്ചില്ല. അതുകൊണ്ട് തന്നെ അന്ന് രാത്രി തന്നെ ആ കുടിപ്പള്ളിക്കുടം അവർ തീയിട്ട് നശിപ്പിച്ചു. അക്ഷരാഭ്യാസത്തിനുള്ള അവസര നിഷേധം നേരിടാൻ അദ്ദേഹം തിരഞ്ഞെടുത്ത വഴിയാണ് പിൽക്കാലത്ത് കാർഷിക പണിമുടക്ക് സമരമെന്ന് അറിയപ്പെട്ട കൃഷിഭൂമി തരിച്ചിടൽ സമരം. അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്ന സവർണ വിഭാഗങ്ങളുടെ നീതി നിഷേധത്തിനെതിരെയായിരുന്നു ഈ സമരം. തൊഴിലാളികളെ മനുഷ്യരായി അംഗീകരിക്കാതെ മടിച്ച ജന്മിമാരുടെ പാടശേഖരങ്ങളിൽ അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ടവർ പണിക്കിറങ്ങിയില്ല. ഞങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചാൽ ഈ കാണായ പാടങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കിളിപ്പിക്കുമെന്ന് അയ്യങ്കാളി പ്രഖ്യാപിച്ചു. തുടക്കത്തിൽ സ്വയം കൃഷി ഇറക്കി പിടിച്ചു നിൽക്കാൻ മാടമ്പിമാർ ശ്രമിച്ചെങ്കിലും അത് പരാജയമായി. ഒടുവിൽ പ്രതികാര ബുദ്ധിയോടെ അവർ പാടങ്ങൾ തരിച്ചിട്ടു. തൊഴിലില്ലാതെ കർഷക തൊഴിലാളികൾ ദുരിതത്തിലായ സമയത്ത് അയ്യങ്കാളി വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളിയുമായി ഇവരെ പങ്കുചേർത്ത് ഇതിന് പരിഹാരം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാടമ്പിമാർക്കെതിരെയുള്ള സമരത്തിൽ നിന്നും പിൻവലിയാൻ അവർ കൂട്ടാക്കിയില്ല. നിലവറകളിലെ നെല്ല് തീരുകയും മറ്റാളുകളെ കൊണ്ട് കൃഷി നടത്താനാവാതാവുകയും ചെയ്തതോടെ പട്ടിണി മുൻപിൽ കണ്ട ജന്മിമാർ ഒടുവിൽ കീഴടങ്ങി. തങ്ങളുടെ കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം സാധ്യമായതോടെ 1905 സമരം ഒത്തുതീർപ്പാക്കി. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചരിത്ര പ്രസിദ്ധമായ ഈ പണിമുടക്ക് സമരമാണ് പിന്നീട് കേരളത്തിലുടനീളം കർഷക തൊഴിലാളി മുന്നേറ്റത്തിന് ഊർജം പകർന്നതെന്ന് സാമൂഹിക ഗവേഷകർ വിലയിരുത്തുന്നത്. 1907 പുലയ കുട്ടികൾക്ക് പള്ളിക്കൂടത്തിൽ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവുണ്ടായി.
ദീർഘനാളത്തെ ഭൂമി തരിശിടൽ സമരത്തിന്റെ ഒത്തുതീർപ്പ് വ്യവസ്ഥയുടെ ഭാഗമായിരുന്നു ഈ ഉത്തരവ്. 1911 ഡിസംബർ 5 മഹാത്മാ അയ്യങ്കാളിയെ തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭ മെമ്പറായി നോമിനേറ്റ് ചെയ്തു. അതുവരെയും കീഴ്ജാതിയിൽപ്പെട്ട ഒരു മെമ്പർമാർ പോലും ശ്രീമൂലം പ്രജാസഭയിൽ ഉണ്ടായിരുന്നില്ല. 1912 ഫെബ്രുവരി 27 കൂടിയ ശ്രീമൂലം പ്രജാസഭയുടെ 8ാമത് യോഗത്തിൽ മഹാത്മാ അയ്യങ്കാളിയും പങ്കെടുത്തു. താഴെത്തട്ടിലുള്ള ജനതയുടെ ദുരിതത്തിനും കഷ്ടപ്പാടിനുമെതിരെ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അതിന്റെ അനന്തരഫലമായി ഹൈത്തജാതികളിൽപ്പെട്ട കുട്ടികളുടെ പള്ളിക്കൂട പ്രവേശന നിയമം അധികൃതർ കർശനമായും പാലിക്കണമെന്ന് നിർദ്ദേശിച്ചു. 1914 വിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചു. പ്രസ്തുത ഉത്തരവിന്റെ പിൻബലത്തിൽ തെന്നൂർ കോണത്ത് പൂജാരി അയ്യൻ എന്നയാളുടെ 8 വയസ്സുള്ള മകൾ പഞ്ചമിയെയും കൂട്ടി അയ്യങ്കാളിയും സംഘവും നെയ്യാറ്റിങ്കര താലൂക്കിലെ ഊരൂട്ടമ്പലം പെൺപള്ളിക്കൂടത്തിലെത്തി. അധ്യാപകന്റെ തടസ്സത്തെ വകവെക്കാതെ അദ്ദേഹം പഞ്ചമിയെ പള്ളിക്കൂടത്തിനുള്ളിൽ ബെഞ്ചിൽ കൊണ്ടിരുത്തി. പഞ്ചമി എന്ന പുലയ പെൺകുട്ടി തൊട്ട ഊരൂട്ടമ്പലം പള്ളിക്കൂടം അന്ന് രാത്രി തന്നെ തീ വെച്ച് നശിപ്പിച്ചുകൊണ്ടാണ് സവർണർ അതിനോട് പ്രതികരിച്ചത്. ഇത്തരമൊരു ഘട്ടത്തിലാണ് അയിത്തജാതിക്കാർക്കായി പ്രത്യേക പള്ളിക്കൂടം എന്നൊരാശയം അയ്യങ്കാളിക്ക് തോന്നി. അദ്ദേഹം ഇക്കാര്യത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് നിവേദനം തയ്യാറാക്കുകയും മിച്ചൽ സാഹിബിനെ നേരിൽ കണ്ട് കാര്യം ബോധിപ്പിക്കുകയും ചെയ്തു. ഇതിന്റെ ഫലമായി 1914 വെങ്ങാനൂരിൽ പുതുവലി വിളാകത്ത് മലയാളം പള്ളിക്കൂടം അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. 1905 അയ്യങ്കാളിയും കൂട്ടരും കെട്ടി ഉയർത്തിയ കുടിപ്പള്ളിക്കൂടമാണ് ഇപ്രകാരം സർക്കാർ പള്ളിക്കൂടമായി മാറിയത്. പുരുഷന്മാരുടേതുപോലെയായിരുന്നു മുൻപ് കേരളത്തിലെ സ്ത്രീകളുടെ വസ്ത്രധാരണ രീതി. അരയ്ക്ക് മുകളിൽ സ്ത്രീകൾ വസ്ത്രം ധരിക്കണമെന്നത് ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും മാത്രം ആചാരമായിരുന്നു. പദവിയെ പ്രതിനിധീകരിക്കേണ്ടതായ സന്ദർഭങ്ങളിലും ആഡംബരം കാണിക്കുന്നതിന് വേണ്ടിയായിരുന്നു അക്കാലത്ത് മേൽമുണ്ടോ അരയ്ക്ക് മുകളിൽ വസ്ത്രമോ ഉപയോഗിച്ചിരുന്നത്. വസ്ത്രധാരണ സങ്കല്പങ്ങളിൽ സ്ത്രീ പുരുഷ ഭേദമില്ലാതാക്കുകയും ജാതിപരമായ ഉച്ചനീചത്വം തല ഉയർത്തി നിൽക്കുകയും ചെയ്തിരുന്ന അക്കാലത്ത് അധസ്ഥിതരെന്ന് കരുതപ്പെട്ടിരുന്ന എല്ലാവരെയും മേൽവസ്ത്രം ഉപയോഗിക്കുന്നതിൽ നിന്നും കർശനമായും വിലക്കിയിരുന്നു. എന്നാൽ വൈദേശിക സംസ്കാരങ്ങളുടെ കാഴ്ചപ്പാടിൽ ഇത് സദാചാര ലംഘനമായിട്ടാണ് വീക്ഷിക്കപ്പെട്ടത്. കർഷക തൊഴിലാളി സമരത്തിൽ നിന്നും ലഭിച്ച ഊർജവുമായി അയ്യങ്കാളി ഈ അനീതിക്കെതിരെ പോരാടാൻ ഉറച്ചു. തന്റെ ജാതിയിലുള്ള സ്ത്രീകൾ മുലക്കച്ച അണിഞ്ഞ് നടക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. അടിമത്തത്തിന്റെ അടയാളമായി കഴുത്തിൽ കല്ലുമാലയും കാതിൽ ഇരുമ്പ് വളയങ്ങളും ധരിക്കണമെന്നുള്ള ജാതി ശാസനകളെ ധിക്കരിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. അയിത്താചാരണത്തിന്റെ വക്താക്കൾക്ക് ഇത് ധിക്കാരമായി കരുതി. അയ്യങ്കാളിയെ അനുസരിച്ച് സാധുജനങ്ങളെ അവർ വേട്ടയാടി. അധസ്ഥിത സ്ത്രീകളുടെ മുലക്കച്ചകൾ മാടമ്പിവർ വലിച്ചു കീറി പിതാവിന്റെയും സഹോദരങ്ങളുടെയും മുന്നിലിട്ട് ഭീകരമായി മർദ്ദിച്ചു. കൊല്ലം ജില്ലയിലെ പെരുന്നാട്ടായിരുന്നു ഇത്തരത്തിൽ ഏറ്റവും ക്രൂരമായ മർദ്ദനമുറകൾ അരങ്ങേറിയത്. സവർണരുടെ കിരാത പ്രവർത്തനങ്ങൾ ഏറിയപ്പോൾ മർദ്ദിത ജനവിഭാഗങ്ങൾ ഉണർന്നു. അവർ പ്രത്യാക്രമണത്തിന് തയ്യാറായി. തിരുവിതാംകൂറിലെ വിവിധ പ്രദേശങ്ങൾ കലാപഭൂമികളായി. രക്തച്ചൊരിച്ചിൽ ഭീകരമായതിനെ തുടർന്ന് ജനവിഭാഗങ്ങൾ കൊല്ലത്തെ വീരങ്കി മൈതാനത്ത് സമ്മേളിക്കാൻ അയ്യങ്കാളി ആഹ്വാനം ചെയ്തു. ആക്രമണത്തെ തുടർന്ന് നാടും വീടും വിട്ടവർ ഈ സമ്മേളന വേദിയിലേക്ക് എത്തിച്ചേർന്നു. 1915 നടന്ന ചരിത്ര പ്രസിദ്ധമായ ഈ മഹാസഭയിൽ വെച്ച് ജാതീയതയുടെ അടയാളമായി കഴുത്തിലെ കല്ലുമാലയും ഉപേക്ഷിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. സാധുജനങ്ങളുടെ ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെ ഉയർന്ന ജാതിക്കാർ മാനിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അയ്യങ്കാളിയുടെ ആഹ്വാനം കേട്ട സ്ത്രീകൾ ആവേശത്തോടെ കല്ലുമാല വലിച്ചെറിഞ്ഞു. വിപ്ലവകരമായ സാമൂഹിക മുന്നേറ്റമായിരുന്നു ഇത്. കല്ലുമാല സമരം എന്ന പേരിലാണ് ഈ സമരം പിന്നീട് അറിയപ്പെട്ടത്. 40 വയസ്സ് മുതൽ അയ്യങ്കാളി ക്യാൻസർ രോഗബാധിതനായിരുന്നു. രോഗബാധയെ തഴഞ്ഞു അദ്ദേഹം തൻ്റെ സമുദായത്തിനായി ഓടി നടന്നു. 1941 ആയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മോശമായി. അതിസാരത്തിൻ്റെ അസ്കിത അദ്ദേഹത്തെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. 1941 ജൂൺ 18 ബുധനാഴ്ച അദ്ദേഹം ചരമഗതി പ്രാപിച്ചു. കാലയവനികയ്ക്കുള്ളിൽ അദ്ദേഹം മറയുമ്പോൾ അധസ്ഥിതർക്കും കേരള സമൂഹത്തിനും വളരെ കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞു. കേരള നവോത്ഥാന നായകരുടെ മുൻഗാമിയാണ് അയ്യങ്കാളി. തിരുവനന്തപുരത്തുള്ള അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായ വെങ്ങാനൂരിൽ സ്മാരകവും സ്കൂളും നിലവിലുണ്ട്. അദ്ദേഹം തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് 2002 ആഗസ്റ്റ് 12 തിരുവനന്തപുരത്തെ വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ 2019 ആഗസ്റ്റ് 29 അയ്യങ്കാളി ഹാൾ എന്ന പേര് മാറ്റി. ആധുനിക കേരളത്തെ നിർമ്മിച്ചെടുത്ത സാമൂഹിക നീതിയെ അടിസ്ഥാന ജനതയ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത മഹാനായ നേതാവായിരുന്നു അയ്യങ്കാളി. അദ്ദേഹത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു.
ഇതുപോലൊരു മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ യുവർ വിമൽ സൈനിങ് ഓഫ്.